വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുക്കിംഗ് റേഞ്ചിൽ എങ്ങനെയാണ് ഗ്രിൽഡ് ചിക്കൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഞാനിതാ ഒരു ഫുൾ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ തൊലി ഒന്നും ഒഴിവാക്കിയിട്ടില്ല. തൊലിയോടൊക്കെ തന്നെയാണ് നമ്മൾ ചിക്കനെ ഗ്രിൽഡ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ സൈഡിലുള്ള 2 ചിറകിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. 2 ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വരഞ്ഞെടുക്കാം. അതെല്ലാം ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുത്തിയാലും മതി. കത്തി ഉപയോഗിച്ചോ ഫോർക്ക് ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് കുത്തിയെടുത്താലും മതി. ഞാനിവിടെ നന്നായിട്ട് വരഞ്ഞിടാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും അതുപോലെ നന്നായിട്ട് വരഞ്ഞതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ഓവർ ഹീറ്റ് ആക്കാണ്ട് ഒരു മീഡിയം ലെവലിൽ ഹീറ്റാക്കിയെടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏലക്കായ്, പട്ട, പൂവ്, ഇതൊക്കെ ഒരു 3 പീസ് വെച്ച് അതും ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഓവർ ഹീറ്റ് ആക്കരുത്, ഒന്ന് ചൂടായി വന്നാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ മസാല തേക്കുന്നത് അതിലേക്ക് തട്ടി കൊടുത്തിട്ട് ഇത് 3 ടീസ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ തൈരിൽ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ട് കുഴച്ചെടുക്കാം. അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വരയിട്ട് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ വരയിട്ട ഭാഗത്തും അതിൻ്റെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മുകളിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കും ബാക്കി മസാല അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഫില്ലാക്കി കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ രണ്ടാമത്തെ മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു ഉള്ളിയുടെ പകുതി, ഒരു തക്കാളിയുടെ പകുതി, ഒരു 4 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചി, ആവശ്യത്തിന് ചപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇതും കൂടി ചിക്കൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ വരയിട്ട ഭാഗത്തും ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ബാക്കി വരുന്ന മസാല അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഫില്ലാക്കിയതിന് ശേഷം ഇനി ഇത് നമുക്കൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ, മാക്സിമം 5 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഒന്ന് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഗ്രില്ലാക്കിയെടുക്കാം. അങ്ങനെ 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഗ്രില്ല് നമുക്ക് എങ്ങനെ ചുടാൻ നോക്കാം. അങ്ങനെ ഇതുപോലെ ഒരു കമ്പിൻ്റെ മുകളിൽ ഗ്രില്ല് ചിക്കനെ കോർത്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ടൈറ്റാക്കി എടുക്കാം. ഈ സാധനം ഇട്ടിട്ട് ഈ ഒരു ചിക്കനെ പിടിച്ച് ഇതിൻ്റെ മുകളിൽ, ഇതിൻ്റെ അടിയിലും മുകളിലും ടൈറ്റാക്കിയിട്ട് സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ ജാമായിട്ട് കിടക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊരു നൂലിട്ടിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മസാല ഫുള്ള് ഇത് ഇളകി മസാല ഫുള്ള് തൊഴിഞ്ഞു പോവും. അപ്പം അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് ഇതൊന്ന് ഒരു നൂല് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മസാല കിട്ടത്തില്ല. മാത്രമല്ല ഇത് റെഡി ആയി കഴിഞ്ഞാൽ നൂല് കട്ട് ചെയ്ത് ഒഴിവാക്കും വേണം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നൂല് നന്നായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി കുക്കിംഗ് റേഞ്ചിൻ്റെ ഡോർ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിലൊരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിൻ്റെ മുകളിൽ നമ്മൾ ഫോയിൽ ഉപയോഗിച്ച് ഒന്ന് റാപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കമ്പി വെക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ, അതായത് നമ്മൾ ഗ്രില്ലാക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ നമ്മളൊന്ന് ഹീറ്റാക്കണം. ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ ഓവൻ്റെ ഭാഗം ഒന്ന് നന്നായിട്ട് ഹീറ്റാക്കി എടുക്കണം. വേണ്ടി ഡോറ് ഹാഫ് തുറന്നിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഹീറ്റായിട്ട് വരട്ടെ. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഓവൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇറക്കി വെക്കാം. ഇതുപോലെ ഇറക്കി വെക്കാം. ഗ്ലൗസ് ഉപയോഗിക്കൽ നിർബന്ധമാണ്, കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ പിടി ഊരി മാറ്റാം.
അങ്ങനെ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈറ്റ് ഓൺ ആക്കിയാലേ ഈ ചിക്കൻ ഇത് കറങ്ങത്തുള്ളൂ. ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ചിക്കൻ നന്നായിട്ട് കറങ്ങി വരും. ഇനി നമുക്ക് ഓവൺ അടച്ച് വെക്കാം. മിനിമം ഒരു 1.25 മണിക്കൂർ, 1 മണിക്കൂർ 1.25 മണിക്കൂറിൻ്റെ അടുത്താണ് ഇത് കുക്കാവാൻ വേണ്ട സമയം. ഞാനിവിടെ 1.25 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഇത് ടൈമറിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ ടൈമറിൽ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. അങ്ങനെ 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് പാകത്തിന് കുക്കായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ഇതെല്ലാവർക്കും കുക്കിംഗ് റേഞ്ച് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. മാത്രമല്ല ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോഴും എടുക്കുമ്പോഴും ഗ്ലൗസ് കയ്യിലിടൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും കുക്കിംഗ് റേഞ്ച് വീട്ടിലുള്ളവരെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ബൈ.